ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഇന്നും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ്. അതായത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ മുട്ട റോസ്റ്റാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മുട്ട റോസ്റ്റ്. അതും മാത്രമല്ല നല്ല ടേസ്റ്റും ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇടത്തരം 4 സബോള നന്നായി സ്ലൈസ് ചെയ്തത്, നല്ല കനം കുറഞ്ഞിട്ടാണ് കേട്ടോ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 തക്കാളി വേണം. അതിന് 2 തക്കാളി ഇങ്ങനെ എടുക്കണം, നല്ല നന്നായി പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 സബോളയ്ക്ക് 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ പച്ചമുളക്, അതായത് ഒരു 3 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് ചതയ്ക്കുന്ന സമയത്ത് ഇതിൽ 2-3 തരം കൂട്ടും കൂടി ഇട്ട് ചതച്ചെടുക്കണം. അതാണ് ഈ കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അത് ഞാൻ ചതച്ചെടുക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട കറി ഉണ്ടാക്കാം. ഒരു പ്രധാന ഐറ്റം മറന്നുപോയി, മുട്ട കറിക്ക് മുട്ട വേണ്ടേ. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, പുഴുങ്ങിയെടുത്ത മുട്ട. അപ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്, അത് ആദ്യം ചതച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പോൾ ഞാൻ 1/2 സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചതയ്ക്കാനായിട്ട് ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, ഒരു 1/4 സ്പൂണോളം പെരുംജീരകം. ഇതിട്ടിട്ട് ഇതിൽ ചതച്ചെടുക്കണം. ഇതിങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗരം മസാലയുടെ പൗഡർ ഉണ്ടല്ലോ, അത് ഈ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും കൂടിയിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി ചതയണം കേട്ടോ. ഇപ്പം തന്നെ നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മസാലയും കൂടിയിട്ട് നല്ല സ്മെല്ലാണ് ഇപ്പോൾ തന്നെ, കണ്ടില്ലേ. അപ്പം നമ്മുടെ പാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരമാവധി വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ആദ്യമായിട്ട് സബോള ഇട്ട് കൊടുക്കാം. നമ്മൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സബോള നന്നായി വഴന്ന് വരണം. സബോളയാണ് ഈ മുട്ട റോസ്റ്റിൽ കൂടുതൽ ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സബോളയൊക്കെ നന്നായി വഴന്ന് പോകുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളത് കണ്ടോ, അത് ഇട്ട് കൊടുക്കാനേ. പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബോളയൊക്കെ ഒരുവിധം നന്നായി വഴന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. എനിക്ക് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഓരോ പൊടി ഇട്ടിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പ്, ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് വേണ്ടേ, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തുണ്ട് കേട്ടോ. പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തീയെ വളരെ ചുരുക്കി വെച്ച ശേഷം തക്കാളി ഒന്ന് വാടണം. അപ്പോൾ തീ ചുരുക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പം തക്കാളി നന്നായി വഴന്ന് വരും കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ചുരുക്കിയിട്ട് നന്നായി അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി കണ്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നന്നായി കൂട്ടി വയ്ക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഈ മസാലയിൽ മുട്ട ചേർക്കുന്നതിന് മുന്നേ ഈ മസാലയിൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് റെഡി ആക്കിയിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനെ കണ്ടോ, ഒരു മുട്ട അങ്ങനെ തന്നെയാണ് ഇടുന്നത്, മുറിക്കണമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് ചെയ്യണേ. ഇട്ട് കൊടുക്കാം. ഈ തീയോ നന്നായി കുറച്ച് വയ്ക്കണം. ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒരു മിനിറ്റോളം മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. അടിപൊളി മുട്ട റോസ്റ്റ് റെഡിയായി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് അല്ലേ ഇത്. നല്ല എരിവും പുളിയും ഒക്കെ ചേർന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.